പരിപാടി തുടങ്ങി വെക്കാം. ഉദ്ഘാടന കർമ്മം അവിടെ ആവണോളൂ. നമുക്ക് സ്വാഗതം പറഞ്ഞ് തുടങ്ങാമെന്നാണ് നമ്മുടെ MLA അധ്യക്ഷനായിട്ടുള്ള MLA പറയുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കേണ്ടത് വന്നു. അപ്പോൾ തന്നെ നമ്മളെല്ലാവർക്കും അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം എല്ലാവരും. അപ്പോൾ നമ്മുടെ ഐസൊലേഷൻ വാർഡാണ് കുറച്ച് നാളായി പണി തീർത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമുക്കറിയാം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ രോഗികളെ കൊണ്ടുവന്ന് നിർത്തുകയും അതുപോലെ ഗൾഫ് നമ്മൾ പണ്ട് ആലോചിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് കോവിഡൊക്കെ മാറിയതിന് ശേഷവും നമ്മളുടെ പലവരും ഹോസ്പിറ്റലിലൊക്കെ നമ്മളുടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സ്ഥലമില്ലാതെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുകയുണ്ടായി. വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റാതെ കോവിഡായിട്ട് ഇരിക്കുന്ന ആൾ. അപ്പോൾ തന്നെ ഗൾഫുകളിൽ നിന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ നമ്മൾ വീടുകളൊക്കെ എടുത്ത് വാടകയ്ക്കൊക്കെ വീടുകൾ എടുത്ത് കൊടുത്തിട്ടുള്ള സാഹചര്യമൊക്കെ നമ്മൾ പിന്നിട്ടെന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ആ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഐസൊലേഷൻ വാർഡ് രോഗങ്ങൾ ഇനി വരാതിരിക്കട്ടെ, അങ്ങനത്തെയുള്ള അപൂർവ രോഗങ്ങൾ വരാതിരിക്കട്ടെ എന്നാലും അങ്ങനത്തെ ഒരു ഐസൊലേഷൻ വാർഡ് നമുക്കിവിടെ വന്നു. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഐസൊലേഷൻ വാർഡാണ് ഇതെന്തായാലും. ഇതിലെ പോയിപ്പോൾ MLA അടക്കം ഉണ്ടായിരുന്നു. നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ഇവിടെ സ്ഥലം കണ്ടപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ പണിതുകൂടെ എന്ന് ചോദിച്ചിട്ട് നമ്മളെല്ലാവരും വിളിച്ച സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെ തന്നെ അത് പണി തീർക്കാമെന്ന് പറഞ്ഞു. നമുക്ക് പുത്തഞ്ചിറയ്ക്ക് നമ്മുടെ MLA കൊടുങ്ങല്ലൂർ MLA വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു ഐസൊലേഷൻ വാർഡ് നമുക്ക് സമർപ്പിക്കുകയുണ്ടായി. അതിന് MLAയോട് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പുത്തഞ്ചിറ ഹോസ്പിറ്റലിൽ തന്നെ അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അധികം നീട്ടിപ്പോകുന്നില്ല. ഇവിടെ ഉദ്ഘാടന കർമ്മമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് സ്വാഗതം പറഞ്ഞ് തുടങ്ങാം. ഇന്നത്തെ ഈ പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഹനീഷാണ്. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രി വീണ ജോർജ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് നമ്മുടെ MLA ആണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റോമി ബേബി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. റോമി ബേബിയെയും ഈ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ ദിലീപ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലോക്കിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അനിൽകുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ HMC അംഗവും CPIയുടെ പ്രതിനിധിയായിട്ടുള്ള വേണിച്ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. HMC അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DMO ഡെപ്യൂട്ടി DMO അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓടി നോക്കിക്കൊണ്ട് നമ്മുടെ പുത്തഞ്ചിറക്കാരി കൂടിയാണല്ലോ. ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ബ്ലോക്കിന്റെയും ഈ ഹോസ്പിറ്റലിന്റെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീന മാഡം ഇവിടെ ഉണ്ട്. അപ്പൊ അവരിവിടെ എല്ലാം നോക്കി കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചപ്പോൾ ഭയങ്കര വിഷമൊക്കെയായി. എല്ലാം നമ്മൾ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ്, നല്ല ഭംഗിയിലാണ് നമ്മൾ അന്ന് സംഘാടക സമിതി കൂടിയ രീതിയിൽ തന്നെയാണ് അതൊക്കെ നടത്തിയത്. അപ്പോൾ മാറ്റി വെച്ചതിൽ വളരെ വിഷമമുണ്ടായി. അപ്പോൾ എന്നാലും എന്നും ആണ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്താനായിട്ട് ശ്രമിച്ച നമ്മുടെ ജീന മാഡത്തെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിന്റെ ഉദ്യോഗസ്ഥര് ഇവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ട് പോയിട്ടുള്ളവരെയും കാണുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ള ജീവനക്കാര്
അതുപോലെ തന്നെ NSS നമ്മുടെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുള്ള NSS വളണ്ടിയർമാർ, അവര് നമ്മളുടെ ഗാർഡനൊക്കെ നല്ല രീതിയിൽ ഭംഗി പിടിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിനോട് നല്ല രീതിയിൽ തന്നെ അവരുടെ സേവനം നമുക്ക് ഹോസ്പിറ്റലിന് കിട്ടുന്നുണ്ട്. അവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ നമ്മുടെ മീഡിയയിൽ കവർ ചെയ്യാൻ വന്നിട്ടുള്ള നമ്മുടെ മാള പ്രസ് ക്ലബിലെ അംഗങ്ങളെ അവരെയും സ്വാഗതം ചെയ്യുന്നു. ബാക്കി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഐസൊലേഷൻ വാർഡിൻ്റെ ഉദ്ഘാടനം അല്പസമയത്തിനുള്ളിലൂടെ നടക്കും. ഇതിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാന്യയായിട്ടുള്ള കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്വാഗതം ആശംസിച്ച ശ്രീമതി വിജയലക്ഷ്മി, നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോമി, വൈസ് പ്രസിഡന്റ് ഉണ്ണിച്ചേട്ടൻ, അതുപോലെ തന്നെ സുധ, പ്രസിഡന്റ് വേണിച്ചേട്ടൻ, മുഖ്യമന്ത്രി പറയുമ്പോൾ എന്നോട് ഡോക്ടർ ജീനയുണ്ട്, ഷീജ ഇവിടെ ഇരിക്കുന്നുണ്ട്, വിനേജ് ഉൾപ്പെടെയുള്ള മറ്റ് ബ്ലോക്ക് മെമ്പർമാര്, വേറെ പ്രിയപ്പെട്ട HMC അംഗങ്ങൾ, ഞാൻ പറഞ്ഞ ആശാ വർക്കേഴ്സ്, മറ്റ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടു. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഐസൊലേഷൻ വാർഡിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ഇത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇവിടെ തന്നെ ആകണമെന്ന് ഞങ്ങളുടെ സ്ഥലം ഉണ്ട് എന്ന് പരിശോധിക്കപ്പെട്ടപ്പോൾ മനസ്സിലാക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ഐസൊലേഷൻ വാർഡ് വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഇനി എന്തൊക്കെയോ സാംക്രമിക രോഗങ്ങൾ മറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കുവാനുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്കിതിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. കേരള ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ ഇവിടെ PHC മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങളിൽ പക്ഷേ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ എല്ലാം തന്നെ മുന്നിലുള്ളത്. മറ്റ് ഇതര വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് പോലും മുൻപന്തിയിലേക്ക് വരുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത രീതിയിൽ. പക്ഷേ കേരളത്തിലാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞത് എന്നുള്ളത് ആരോഗ്യ മേഖലയിലെ വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുകൂടല്ല, അത് ഇത്രയും താഴെ തട്ട് മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു സംവിധാന ശൃംഖല പോലെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റ് ഇതര മേഖലകളിൽ അത്തരം സാധ്യതകൾ ഇല്ല എന്നുള്ളത് മറ്റു രാജ്യങ്ങളിൽ പോലും, ഇറ്റലിയിലും അമേരിക്കയിൽ പോലും അത്രയും ആരോഗ്യ മേഖലയിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ അതുകൊണ്ടാണ് അത്രയും അധികം ആളുകൾ അവിടെ മരണപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് വരികയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു മാതൃകയാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ലോകത്തിന് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒന്നാക്കി നമുക്ക് ലോകത്തിന് മുന്നാകെ വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ലോകത്തിന്റെ ഒരു പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞത്. ശൈല ടീച്ചറുടെ നേതൃത്വത്തിൽ, ഇന്ന് വീണ ജോർജിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ആരോഗ്യ മേഖലയിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോകുന്ന ആളുകൾ പോലും ഇന്ന് ഒരുപക്ഷെ
ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമായിട്ട് നിന്നിരുന്നു നമ്മുടെ PHC മുതലുള്ള സംവിധാനങ്ങൾ. ഇന്ന് അതിലപ്പുറമായിട്ട് മിഡിൽ ഫാമിലികളും അതിനപ്പുറവുമായിട്ട് ആളുകൾ വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ആസ്പത്രികൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. പഴയ ഒരു ആസ്പത്രി എടുത്ത് പരിശോധിക്കുകയും ഇന്നത്തെ ഒരു ആസ്പത്രികൾ PHC മുതലുള്ള സംവിധാനങ്ങളുടെ അടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള്, അവിടെ ഉണ്ടായിട്ടുള്ള വൃത്തി ഒക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മുടെ സൗകര്യങ്ങളിലും മറ്റ് പരിശോധനകളിലും ഡോക്ടർമാരുടെ സംവിധാനങ്ങളിൽ, നഴ്സുമാരുടെ സംവിധാനങ്ങളിൽ മറ്റ് ഇതര സ്റ്റാഫുകളൊക്കെ തന്നെ എത്രയോ ചിട്ടയോടുകൂടി തന്നെ അത് കൊണ്ടുവരുവാൻ HMC ഉൾപ്പെടെയുള്ളവരുടെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങളോട് കൂടി തന്നെ സർക്കാർ, അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സമിതികളൊക്കെ തന്നെ നമ്മുടെ ആസ്പത്രികളുടെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല വ്യക്തികളും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവരുടേതായിട്ടുള്ള ഇതെല്ലാം തന്നെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ആസ്പത്രികളുടെ ഭൗതിക സാഹചര്യങ്ങളും മറ്റു ഇതര സാധ്യതകളും സാങ്കേതികപരമായിട്ടുള്ള സാധ്യതകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികപരമായിട്ടുള്ള വിഷമതകള്, പ്രശ്നങ്ങളൊക്കെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ഈ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. സർക്കാരിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ അതൊരു സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ എല്ലാം തന്നെ കടന്നു പോകുമ്പോഴും ഇത്തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്നുള്ള എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലും ക്ഷേമ പ്രശ്നങ്ങളിലൊക്കെ തന്നെ സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ അതിശക്തമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഈ ഗവൺമെന്റ് നേരിടുമ്പോഴും ജനകീയപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു എന്നുള്ളത്, വികസന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളില്ലാതെ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളില്ലാതെ ചെറിയ വിഷയങ്ങൾ മാത്രം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരന് ഏറ്റവും അനുഗുണമായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ഈ സർക്കാരിന് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വീട്ടിൽ ഒരാളോടെന്ന പോലെ അവർ ഓരോരുത്തരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സംസ്ഥാനത്തിന് ആരോഗ്യരംഗത്ത് വലിയ മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങൾക്കാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ 42 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അതോടൊപ്പം 37 ഐസൊലേഷൻ വാർഡുകൾ, ഇവയുടെയെല്ലാം ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. അതിനോടൊപ്പം അപൂർവ രോഗ പരിചരണ
പദ്ധതിയായ കെയറിൻ്റെ പ്രഖ്യാപനവും ഇന്നിവിടെ നടക്കുകയാണ്. നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനായാണ് നിലവിൽ 102 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാനത്തുള്ള 93 നഗരപ്രദേശങ്ങളിലായി 380 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അപൂർവ രോഗ ചികിത്സാ രംഗത്ത് കേരളത്തിന്റെ നിർണായകമായൊരു ചുവടുവയ്പായിട്ടാണ് ഇത് മാറുന്നത്. ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 5000-ലധികം അപൂർവ രോഗങ്ങളുണ്ട്. 10,000 പേരിൽ ശരാശരി 1 മുതൽ 6 വരെ ആളുകളെ ബാധിക്കുന്ന രോഗങ്ങളെയാണ് അപൂർവ രോഗങ്ങളായി കണക്കാക്കുന്നത്. 2021 ദേശീയ അപൂർവ രോഗ നയപ്രകാരം ദേശീയ തലത്തിൽ 11 കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. ഇവയിൽ ഒരു കേന്ദ്രം നമ്മുടെ SAT ആശുപത്രിയാണ്. 11-ൽ 1. ഇതിന് 3 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര നയപ്രകാരം ഒരു രോഗിക്ക് പരമാവധി 50 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് ഈ കേന്ദ്രത്തിലൂടെ നൽകാൻ കഴിയുന്നത്. എന്നാൽ പല രോഗങ്ങളുടെയും നിലവിലെ ചികിത്സകൾക്ക് ഈ തുക മതിയാകില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അപൂർവ രോഗ പരിചരണത്തിന് ഒരു സമഗ്ര നയരൂപീകരണമാണ് ലക്ഷ്യമിടുന്നത്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും നിലവിൽ ലഭ്യമായ ചികിത്സ ലഭ്യമാക്കാനും തെറാപ്പികൾ, സാങ്കേതിക സഹായ ഉപകരണങ്ങൾ ഇവയെല്ലാം ലഭ്യമാക്കാനും ഗൃഹ കേന്ദ്രീകൃത സേവനങ്ങൾ ഉറപ്പുവരുത്താനും മാതാപിതാക്കൾക്കുള്ള മാനസിക സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്താനുമൊക്കെ ഉതകുന്ന ഒരു സമഗ്ര പരിചരണ പദ്ധതി തയ്യാറാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അപൂർവ രോഗ പരിചരണ പദ്ധതിയായ കെയർ പ്രഖ്യാപിക്കപ്പെടുന്നത്. പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് മാതൃകാപരമായ നടപടികൾ കേരളത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ കെയർ പദ്ധതി മാതൃകാപരമായ മറ്റൊരു ചുവടുവയ്പ്പാണ്. മാനവ വികസന സൂചികയിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഏറെ മുന്നിലാണ് കേരളത്തിന്റെ സ്ഥാനം. ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള സാമൂഹിക പുരോഗതി നേടാൻ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ട് ആരോഗ്യ മേഖലയിലെ 2ഉം 3ഉം തലമുറ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നാം തയ്യാറെടുക്കുകയാണ്. അതിലേക്കുള്ള ചുവടുവയ്പായി മാറും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികൾ. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വിശദമായി നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. 42 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 37 ഐസൊലേഷൻ വാർഡുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായും അപൂർവ രോഗപരിചരണ പദ്ധതിയായ കെയറിന്റെ പ്രഖ്യാപനം സന്തോഷപൂർവ്വം നടത്തിയതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. അപൂർവ രോഗ പരിചരണ പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
പുറത്തുനിന്ന് നോക്കുമ്പോഴേ വരുമ്പോഴേ വേണ്ട അടിപൊളി RBSK ഇതിപ്പോ ഗേറ്റ് വയ്ക്കേണ്ടി വരും. അത് ഗേറ്റ് ചിലപ്പോ അവര് അതെ പക്ഷെ ബാക്കിയുള്ള സൈഡ് അത് ചെയ്യാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കാം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോക്കോ, ഞങ്ങൾ അവർക്ക് എല്ലാ പ്രൊഫസറിനും ഒരു വിഷയം കിട്ടില്ല. അത് ഇറങ്ങോ പ്രസിഡന്റ് റോഡ് പേരുണ്ട്. ഓക്കെ നമ്മുടെ ആശാവർക്കർമാരില്ലേ ഇപ്പൊ അവരവിടെ മോളില് ബഹുമാനപ്പെട്ട ആരോഗ്യവും വനിതാ ശിശു വികസനവും വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ സംസ്ഥാന മുഖ്യമന്ത്രി, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ആവശ്യമായ ദിശാബോധം നൽകുന്ന ആദരണീയനായ ശ്രീ പിണറായി വിജയൻ, ബഹുമാന്യനായ മുൻ മന്ത്രി MLA ആയ ശ്രീ ആന്റണി രാജു, ബഹുമാനിയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ APM മുഹമ്മദ് ഹനീഷ് IAS, ശ്രീ ജീവൻ ബാബു IAS, ഡോക്ടർ റീന DHS, ഡോക്ടർ ഷിബുലാൽ, ഡോക്ടർ ബിന്ദു,
ഡോക്ടർ ആശ, എൻ്റെ മുന്നിൽ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരായിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സ്, ബഹുമാന്യരായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാർ, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻമാർ, കോർപ്പറേഷന്റെ സാരഥ്യം വഹിക്കുന്നവർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന, ഇവിടെയും അല്ലാതെ വിവിധ ഇടങ്ങളിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരായ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, 3 പ്രധാനപ്പെട്ട ഉദ്ഘാടനങ്ങളാണ് ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ നിർവഹിച്ചത്. ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിന്റെയും ഇനി വരാനിരിക്കുന്ന നാളുകളുടെയും ആരോഗ്യ ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള ഇടപെടലുകളാണ് നവകേരള കർമ്മ പദ്ധതി 2 ആർദ്ര മിഷനിലൂടെ സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഒട്ടേറെ ആളുകൾ നമ്മുടെ ഇടയിൽ, സമൂഹത്തിൽ ഒന്ന് ചലിക്കാനാകാതെ, ഒരു പക്ഷേ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. പലരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ നവകേരള യാത്രക്കിടെ, സദസ്സിനിടെ, ഓരോ പ്രഭാത യോഗങ്ങളിലും പലയിടങ്ങളിലും വീൽ ചെയറുകളിൽ ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊണ്ടുവന്നിരുന്നു. ചിലരെ അമ്മമാരെടുത്തുകൊണ്ട് വന്നിരുന്നു. അവർക്ക് ഒന്ന് കടലിൽ കാല് നനയ്ക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധ്യമല്ല. ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പുറത്തെ റോഡ് കാണാൻ കഴിയില്ല. ചിലർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അപൂർവ രോഗങ്ങൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ ആഗോളതലത്തിൽ വലിയൊരു സംഖ്യ അപൂർവ രോഗം എന്ന ഇനത്തിൽപ്പെട്ട രോഗങ്ങൾ തന്നെ വലിയ ഒരളവ്. രാജ്യത്ത് ഏതാണ്ട് 400ഓളം വിവിധ രോഗങ്ങളാണ് അപൂർവ രോഗങ്ങളുടെ ഗണത്തിൽപ്പെട്ട്. അപൂർവ രോഗങ്ങളുടെ ഒരു പ്രത്യേകത വലിയ ചിലവേറിയ ചികിത്സയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ആവശ്യമായി വരുന്നത്. അതോടൊപ്പം അപൂർവ രോഗമാണെന്ന് കണ്ടെത്തുന്നതിന് ഒരു പക്ഷേ താമസിക്കും. ഞാൻ കഴിഞ്ഞ ഇടെ ഒരു ജില്ലയിൽ ചെന്നപ്പോൾ 2 സഹോദരൻ, ആ 2 സഹോദരങ്ങളിൽ ഒരാൾക്ക് 32 വയസ്സായി, ഒരാൾക്ക് 28 വയസ്സായി. 32 വയസ്സുള്ള സഹോദരന് ജനറ്റിക് പ്രോബ്ലമാണ്, അല്ലെങ്കിൽ അപൂർവ രോഗമാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു രോഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സഹോദരിക്കും സമാനമായ ലക്ഷണങ്ങളാണ്. ആ സഹോദരിയാണ് എൻ്റെ അടുത്ത് വന്നത്. ആ യുവതി എന്നോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇത് പരിശോധിച്ച് കണ്ടെത്തിയിട്ടുണ്ട്, എനിക്ക് ഇത്ര രൂപയാവും പരിശോധിക്കാൻ, അതുകൊണ്ട് ഞാൻ പരിശോധിക്കാൻ പോകുന്നില്ല, എനിക്ക് പരിശോധിക്കാനുള്ള സഹായം ചെയ്തു തരണം എന്ന് പറയുകയുണ്ടായി. ജീവിതത്തിന്റെ ഈ നിസ്സഹായതയിൽ സംസ്ഥാന സർക്കാർ ഇടപെടുകയാണ്. ആ ഇടപെടലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നിവിടെ പ്രഖ്യാപിച്ചത്. കേരളം ഒന്നിക്കുകയാണ്. അപൂർവ രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആദ്യമായി കഴിഞ്ഞ 1 വർഷം ഇതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ സംസ്ഥാനത്ത് നടത്തി. വലിയ രീതിയിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചു. ഒരു മകൾ, അവൾക്ക് 15 വയസ്സാണ്. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയതിന്റെ ഭാഗമായി ചില മറ്റു പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ആശുപത്രികളിൽ നടന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഈ നട്ടെല്ല് നിവർത്തുന്ന ശസ്ത്രക്രിയ ആരംഭിച്ചു. സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ശസ്ത്രക്രിയ. ആ മോൾ കോഴിക്കോട് നിന്നാണ് തിരുവനന്തപുരത്തെത്തി ശസ്ത്രക്രിയ നടത്തിപ്പോയത്. ഇപ്പോൾ തൃശ്ശൂരും ഫാത്തിമ എന്നുള്ളൊരു കുഞ്ഞു മകൾക്ക്, ഒരു കുഞ്ഞു ഫാത്തിമയ്ക്ക് ആ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൾ തിരിച്ചു പോയി പറഞ്ഞ വാക്കുകളാണ് ഒരു കാലത്തും മറക്കാതെ ഹൃദയത്തിലുണ്ട്. അവൾ പറഞ്ഞത്, എനിക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മരങ്ങൾ കാണാം, മനുഷ്യരെ കാണാം. കടൽ തീരത്തു കൂടി ഞാൻ പോകുമ്പോൾ എനിക്ക് കടല് കാണാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആ മകൾ പറഞ്ഞു, ഇതുവരെ ഞാൻ ഇരുന്നാണ് ഉറങ്ങിയത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം, എന്റെ നട്ടെല്ല് നിവർത്തിയതിന് ശേഷം ഞാൻ കിടന്നുറങ്ങാൻ തുടങ്ങി. അപ്പോ ഈ ഒരു ഇടപെടൽ കെയർ എന്ന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുക വലിയൊരു ചാലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിലുള്ളത്. കോടിക്കണക്കിന് രൂപ ആവശ്യമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നോട്ട് പോകും. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു, 12, നമ്മൾ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പൈലറ്റ് പ്രോജക്ട്, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കി. അങ്ങനെ
ആ ഒരു പൈലറ്റ് അടിസ്ഥാനത്തിൽ നടത്തിയതിനു ശേഷമാണ് ഒരു പ്രോജക്റ്റായി ആവിഷ്കരിച്ച് ഇന്ന് ഇതിന്റെ നിർദ്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇത് നമുക്ക് ഏറ്റെടുക്കണം. മറ്റൊരു സംസ്ഥാനത്തും ഇതില്ല. അപ്പൊ ഇത് ഏറ്റെടുത്ത് പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരു ഗൗതമി എന്നുള്ളൊരു മകൾ കായംകുളത്ത്, അവൾ പറഞ്ഞു അവൾ ഡിഗ്രിക്ക് പഠിക്കും. അപ്പോൾ ഗൗതമി പറഞ്ഞു അവൾക്ക് ഈ 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഇതിനൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. 2.5 വയസ്സിന് താഴെയുള്ളവർക്ക് മരുന്ന് കൊടുത്താൽ അതൊരു പർട്ടിക്കുലർ രോഗത്തിന് സമയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പല രീതിയിലാണ്. എനിക്ക് ആ പ്രായത്തിൽ മരുന്ന് കിട്ടിയില്ല. പക്ഷെ എന്റെ പിന്നാലെ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇങ്ങനെ രോഗമുള്ളവർക്ക് കിട്ടട്ടെ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് ഗൗതമി പറഞ്ഞു. ഗൗതമിയുടെ ലക്ഷ്യം വലുതാ, വളരെ വലിയ ലക്ഷ്യം. അനന്തു എന്നൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകനെ കണ്ടു. അങ്ങനെ ഒരുപാട് പേർ, തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേരുടെ പ്രയത്നം കൂടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇങ്ങനെ യാഥാർത്ഥ്യമാക്കിയത്. പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. അതായത് CSR ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടാണ്. കാരണം ഒരു സംസ്ഥാന സർക്കാരിന് ഒരു ബജറ്റ് അലൊക്കേഷനിലൂടെ ഒന്നും നമുക്കിത് സാധ്യമാക്കാൻ കഴിയില്ല, സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. CSR ഫണ്ടും ക്രൗഡ് ഫണ്ടിങ്ങും ഒക്കെ തന്നെ സർക്കാർ ഇതിലേക്ക് ഇടപെടുകയാണ്. ഇതിനൊപ്പം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ജനിതക പരിശോധന, ജനറ്റിക് ഡിസോർഡർ ഉണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ ജനറ്റിക് ലാബുകൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ, സംസ്ഥാന സർക്കാർ തലത്തിൽ നമ്മൾ ആരംഭിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചു, കോഴിക്കോട് ജനറ്റിക് ലാബ്. ഇനിയുള്ള കാലം ജനറ്റിക്സിൻ്റെതാണ്. അത് ശാസ്ത്രം, വൈദ്യശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്കിനി ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ശാസ്ത്രമേഖലയിലൂടെ, വൈദ്യശാസ്ത്ര മേഖലയിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകണം ഇതിൽ എന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഐസൊലേഷൻ വാർഡുകൾ എന്ന് പറയുമ്പോഴും അത് മൾട്ടിപർപ്പസ് വാർഡുകളാണ്. ഏത് പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഐസൊലേഷൻ വാർഡുകളായി ഉപയോഗിക്കാം. അല്ലാത്തപ്പോൾ മൾട്ടിപർപ്പസ് വാർഡുകളായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് അത് ഉറപ്പാക്കപ്പെടേണ്ടതുണ്ട്. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നഗരപ്രദേശങ്ങളിലെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്കൊരു പ്രാഥമികമായിട്ടുള്ളൊരു ചികിത്സ, ആ പ്രാഥമികമായ ചികിത്സ വേണമെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ലോക്കൽ OPU, അതായത് ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള OPU, അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് റെഫറൽ ആശുപത്രിയാണ്. ഇപ്പൊ നഗരപ്രദേശങ്ങളിൽ, ഇവിടെ മാത്രമല്ല, മുനിസിപ്പാലിറ്റികളിൽ, മറ്റു കോർപ്പറേഷനുകളിൽ, നഗരപ്രദേശങ്ങളിൽ ഉള്ളവർ നേരിട്ട് താലൂക്ക് ആശുപത്രി, അല്ല ജില്ലാ ആശുപത്രി, അല്ല മെഡിക്കൽ കോളേജിൽ പോകും. നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു ആരോഗ്യ കേന്ദ്ര തലത്തിലുള്ള ചികിത്സ നഗരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആ വിടവാണ് നികത്തപ്പെടുന്നത്. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് നമ്മുടെ നഗരപ്രദേശങ്ങളിലും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചികിത്സ ലഭ്യമാവുകയാണ്. പൂർണ്ണമായി സൗജന്യമായിട്ടാണ് ഈ ചികിത്സകൾ ലഭ്യമാകുന്നത്. ഒന്നുകിൽ 2 മണി മുതൽ 8 മണി വരെ, അല്ലെങ്കിൽ 9 മണി മുതൽ, അതായത് ഈ 2 മണി മുതൽ 8 മണി വരെ നമ്മൾ വെക്കുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മുടെ വീടിനടുത്ത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറും ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയാണ്. അതാണ് നഗരജനകീയ ആരോഗ്യ കേന്ദ്രം. നമ്മുടെ ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിന്റെയും വരും കാലങ്ങളിലെയും ആരോഗ്യ ആവശ്യങ്ങൾ എങ്ങനെയാണത്? ഒന്ന്, അടിസ്ഥാന സൗകര്യം, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തും. നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങൾ നോക്കുക, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുമ്പോൾ വെറുതെ ബോർഡ് മാറ്റി വെക്കുകയല്ല ചെയ്തത്. അവിടെ അടിസ്ഥാന സൗകര്യം, OP ഇരിക്കാൻ അവിടെ നല്ല കസേരകൾ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂം, നല്ല സൗകര്യങ്ങൾ. 2024 കേരള സംസ്ഥാനം എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ലാബ് സൗകര്യമുള്ള, പരിശോധനാ സംവിധാനമുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ്. അതിനൊരു പ്രത്യേക പദ്ധതി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി നമ്മൾ ബ്ലഡ് എടുത്ത് പരിശോധിച്ചാൽ ആ പരിശോധനയിലൂടെ ഇനി അവിടെ നടത്താൻ കഴിയുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ ഇത് അപ്പുറത്ത് ജില്ലാതലത്തിലുള്ള ലാബിലേക്ക് അയച്ചുകൊണ്ട് പരിശോധിച്ച് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് അത് ക്രമീകരിക്കുക. ആർദ്രത്തിന്റെ ഭാഗമായി അടുത്തത് നമ്മൾ ചെയ്ത എന്താണ്? താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കി. താലൂക്ക് ആശുപത്രി തലത്തിൽ മുതൽ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കി. ഒരു 7.5 വർഷക്കാലം മുൻപ് നമുക്ക് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കാർഡിയോളജി ഇപ്പൊ തിരുവനന്തപുരം നമ്മുടെ ജനറൽ ആശുപത്രിയിൽ നോക്കിയാൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ, കാസർഗോഡും
അവിടെ ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് ആരംഭിച്ചു, കാർഡിയോളജി ചികിത്സ ആരംഭിച്ചു, പേസ് മേക്കർ ഉൾപ്പെടെ മാറ്റിവെക്കാൻ അവിടെ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കഴിഞ്ഞു. ഇടുക്കി മാത്രമാണ് ശേഷിക്കുന്നത്. ഇടുക്കിയിലും കാത്ത് ലാബ് ഉടനെ തന്നെ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാക്കും. പക്ഷാഘാതം വന്നാൽ ഇപ്പൊ തിരുവനന്തപുരം ഇവിടെയുള്ളവർക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാം, കോട്ടയം നഗരത്തിലുള്ളവർക്ക് പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ ഉള്ളിടത്ത് കോഴിക്കോടാണെങ്കിൽ നഗരത്തിലാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോവാം. അല്ലെങ്കിൽ പക്ഷാഘാതം വന്നാൽ എന്ത് ചെയ്യും? ആ സൗകര്യങ്ങൾ ഇല്ലാത്തയിടത്ത് പക്ഷാഘാതം വന്നാൽ ഗോൾഡൻ അവേഴ്സ്, സുവർണ മണിക്കൂറുകളുണ്ട്. ആദ്യം തന്നെ ആ മരുന്ന് കിട്ടിയാൽ പക്ഷാഘാതത്തിൽ നിന്ന് നമ്മൾ പാരലൈസ്ഡ് ആയിട്ട് കിടക്കാതെ ജീവിതത്തിൽ സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പക്ഷാഘാതത്തിന്റെ ചികിത്സ വികേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ജില്ലാതലത്തിൽ ആരംഭിച്ചു. അങ്ങനെ ഓരോ മാറ്റങ്ങളും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ SIT കാര്യം പറഞ്ഞു. ദേശീയ തലത്തിൽ 10 ആശുപത്രികളിൽ 1 മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് SIT ആണ്, അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആദ്യമായി നമ്മുടെ ദേശീയ റാങ്കിങ്ങിൽ 40ാമത്തെ റാങ്ക് മെഡിക്കൽ കോളേജ് തലത്തിൽ നേടുകയുണ്ടായി. മുൻപുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മറ്റു 39 ഏതാണെന്ന് സ്വാഭാവികമായി മനസ്സിൽ സംശയമുണ്ടാകും. എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, ഓട്ടോണമസ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ കാര്യം നോക്കിയാൽ രാജ്യത്ത് 1ാമതോ 2ാമതോ ആണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഡെന്റൽ കോളേജും 25ാം സ്ഥാനം. ഒട്ടേറെ സൗകര്യങ്ങൾ, ന്യൂറോളജിയിൽ ഇന്റർവെൻഷൻ സെന്റർ അവിടെ ആരംഭിച്ചു. ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായി വരുന്ന ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഇത് സർക്കാർ മേഖലയിൽ നടത്തിക്കൂടാ? ആ ചോദ്യത്തിൽ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി, ഇന്ന് 2024 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി സൗജന്യമായി നടത്തി. ഈ തൊട്ട് കഴിഞ്ഞ ആഴ്ചയും അവിടെ നടത്തി. തിരുവനന്തപുരത്തും രോഗം വന്നാൽ എനിക്ക് 50 ലക്ഷം ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും എന്ന നിസ്സഹായത, അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ഭാഗം കൂടി പറഞ്ഞെന്റെ വാക്കുകൾ അവസാനിക്കും. അത് മറ്റെന്താണ്? വരും കാലത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് വരും കാലത്തേക്ക് കൂടിയാണ്. ഇപ്പോൾ 700 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നത്. തൊട്ടടുത്തുള്ള RCCയിൽ റോബോട്ടിക് സർജറി തുടങ്ങി, മനുഷ്യരെ ഉപയോഗിച്ചുള്ള റോബോട്ടിക് സർജറി തുടങ്ങി. MCC മലബാർ ക്യാൻസർ സെന്ററിൽ തൊട്ടടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. വരും കാലങ്ങളിലേക്ക് കൂടി വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മാതൃമരണ നിരക്ക് ഏറ്റവും കുറവാണ്, നവജാത ശിശുമരണ നിരക്ക് ഏറ്റവും കുറവാണ്, ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലാണ്. പക്ഷെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നോക്കിയാൽ നമ്മൾ ഏറ്റവും മുന്നിലാണ്. അത് കുറയ്ക്കണം. ഇപ്പൊ രോഗാതുരത കുറഞ്ഞ സമൂഹമായി നമുക്ക് മാറണം. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമുക്കിടയിൽ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ക്യാൻസർ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഉൾപ്പെടെയുള്ള, അതായത് രോഗനിർമ്മാർജ്ജനം ഒരു അജണ്ടയായിട്ട് നമ്മൾ ഏറ്റെടുത്തു. എന്റെ മുന്നിലുള്ള ഈ സദസ്സിൽ ആശാ പ്രവർത്തകർ, സഹപ്രവർത്തകരുണ്ട് എന്ന് എനിക്കറിയാം. ശൈലി ആപ്പ് വഴി നിങ്ങൾ നടത്തിയ പ്രവർത്തനം വളരെ മികച്ചതാണ്. വീട് വീടാനന്തരം പോയി നമ്മുടെ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തി. രാജ്യത്ത് മറ്റൊരിടത്തും ഇല്ല. 1,54,00,000 പേരെ സ്ക്രീൻ ചെയ്തു. എന്താണ് അതിന്റെ ഗുണം? അതിന്റെ ഗുണം, നമ്മൾ പുതുതായി എത്ര പേർക്ക് രക്താതിസമ്മർദ്ദമുണ്ട്, BP ഉണ്ട്, എത്ര പേർക്ക് പ്രമേഹമുണ്ട്, എത്ര പേർക്ക് ക്യാൻസർ ഉണ്ട്, എത്ര പേർക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഇനി അതിൽ നമ്മൾ വിട്ടുപോയ കുറെ പേരുണ്ട്. നഗരപ്രദേശങ്ങളിലാണ് കൂടുതൽ. ശൈലി ആപ്പിന്റെ 2ാം ഘട്ടം ഇന്നലെ നമ്മൾ ലോഞ്ച് ചെയ്തു. സംസ്ഥാനത്ത് അതിന്റെ സ്ക്രീനിങ് ആരംഭിക്കുകയാണ്. രോഗാതുരത കുറയ്ക്കുക, ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുക, ക്യാൻസർ രോഗമുണ്ടെങ്കിൽ ആദ്യമേ കണ്ടെത്തുക. അടിപ്പും മറ്റുമൊക്കെ കൊണ്ട് നമ്മൾ അവഗണിക്കുക. സാരമില്ല, എനിക്ക് വേണ്ട, നീ അത് അറിഞ്ഞിട്ട് എന്തിനാണ്? അത് പക്ഷേ വലിയ ഗൗരവമുള്ള കാര്യമാണ്. അറിഞ്ഞിട്ട് നേരത്തെ ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. നമുക്ക് ക്യാൻസറിനെതിരെയുള്ള ഒരു വലിയ ഒരു പ്രതിരോധം കേരളം തീർക്കാൻ പോവുകയാണ്. ഒട്ടേറെ കാര്യം അതിനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, പറയുന്നില്ല. സെർവിക്കൽ ക്യാൻസറിന് 11ലും 12ലും പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ 99% വിജയം. അതായത് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കാൻ പറ്റും. RCC സർവീസ് സ്കാൻ എന്നൊരു മെഷീൻ ഡെവലപ്പ് ചെയ്തു. സർവീസ് സ്കാൻ
അത് വളരെ വിപ്ലവകരമായി പെട്ടെന്ന് തന്നെ ഓരോ സെല്ലും ക്യാൻസർ സെല്ലുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ അത് സാധാരണ നമ്മൾ പറയും സ്വയം പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ വിട്ടുപോയാലോ. അപ്പൊ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവരെ കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ, രോഗനിർമ്മാർജ്ജനം, രോഗമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, നിങ്ങൾ ഓരോരുത്തരും ചേരുന്നതാണ് ആരോഗ്യ വകുപ്പ്. ഈ വകുപ്പിന്റെ പ്രവർത്തനം തൊട്ടടുത്ത ദിവസം ദേശീയ തലത്തിൽ നമുക്കൊരു പുരസ്കാരം കിട്ടി. ഈ 2.5 വർഷത്തിനിടയിലെ 21ാമത്തെ ദേശീയ പുരസ്കാരമാണ്. എന്തായിരുന്നു ആ പുരസ്കാരം? ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് രാജ്യത്തെ ഏറ്റവും മികവുറ്റ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരമാണ് കേരളത്തിന് ലഭിച്ചത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച പുരസ്കാരമാണ് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയല്ല, ഒരു ടീമാണ് ആരോഗ്യ വകുപ്പ്. അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം നൽകുന്നത്. അത് തൊട്ടടുത്ത് 1000 രൂപ ധനവകുപ്പ് അനുമതി നൽകി അതില് വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനിയും വർദ്ധിപ്പിക്കണം എന്നാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത്. അപ്പൊ അത് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും SMDയും ഡയറക്ടറും അങ്ങനെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കണമെങ്കിൽ ഈ ചങ്ങലയുടെ ഓരോ കണ്ണിയും ബലവത്തായിരിക്കും. അതുകൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് മികവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മികച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടീമിന്റെ പ്രവർത്തനം തന്നെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള ആദരവും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്, പ്രയത്നങ്ങൾ ഉണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരോടും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം വളരെ വളരെ വലുതായ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തപ്പെടുവാൻ തീർച്ചയായിട്ടും കഴിയും. ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റോമി ബേബിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വേദി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി വിജയലക്ഷ്മി വിനയചന്ദ്രൻ, പേരെടുത്ത് ഇവിടെ പ്രത്യേകം ആരുടെയും പറയുന്നില്ല, നമ്മുടെ DMO ഷീജ, ഡോക്ടർ, എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുത്തഞ്ചിറയ്ക്ക് അതുപോലെ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് കേന്ദ്രീകരിച്ചുള്ള 5 പഞ്ചായത്തിന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഐസൊലേഷൻ വാർഡ് നമുക്ക് ലഭ്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇവിടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഐസൊലേഷൻ വാർഡ് തന്നെയാണ് നമുക്ക് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം കണ്ടുകൊണ്ട് ഇങ്ങനെയൊരു മുന്നേറ്റത്തിന് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരുങ്ങിയത് വളരെ അഭിനന്ദനാർഹമാണ്, അഭിമാനകരമാണ് എന്ന് നമുക്ക് സ്വന്തമായി നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നിന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി കണ്ടുകൊണ്ട് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. സംസ്ഥാനത്തുള്ള എല്ലാ ഐസൊലേഷൻ വാർഡുകളുടെയും അതുപോലെ തന്നെ അപൂർവ രോഗനിർണയ പദ്ധതികളുടെയും പിന്നെ അർബൻ PSC സബ് സെന്ററിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി അവർകൾ, അതുപോലെ തന്നെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി, നമ്മുടെ ഈ ഹോസ്പിറ്റലിലുള്ള ഫങ്ഷൻസ് എല്ലാം ഇതിനായിട്ട് അധ്യക്ഷ പദവി അലങ്കരിച്ച ബഹുമാനായ MLA, സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് പ്രസിഡന്റ്, ആശംസ അർപ്പിച്ച പ്രസിഡന്റ്, മറ്റുള്ള എല്ലാ ആശമാരുൾപ്പെടെയുള്ള എല്ലാ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കോവിഡ് മഹാമാരി വന്നപ്പോഴാണ് ഈ ഐസൊലേഷൻ വാർഡ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നത്. മുൻപൊന്നും അതുണ്ടായിരുന്നില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം വേറൊന്നുമല്ല, കോവിഡ് വന്ന സമയത്ത് ഏതൊരു ഹോസ്പിറ്റലിനെയും ആശ്രയിക്കുന്ന, പ്രത്യേകിച്ചും ചാലക്കുടി പോലെയുള്ള
കോവിഡ് ഹോസ്പിറ്റലായിരുന്ന ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന കോവിഡ് അല്ലാത്ത രോഗികളും എത്തിയിരുന്നു. അപ്പോൾ കോവിഡ് രോഗികളും ഉണ്ടായിരുന്നു, കോവിഡ് രോഗം ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറെ കോവിഡിന്റെ ഇതിലേക്ക് വന്നപ്പോൾ ഒടുവിൽ കോവിഡ് അല്ലാത്ത രോഗികളെ നോക്കുന്ന പരിചരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കോവിഡ് ഐസൊലേഷൻ മാത്രമായിട്ട് ആ ഹോസ്പിറ്റൽ മാറി. നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂരും അതുപോലെ തന്നെ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിന്റെ നല്ലൊരു ഭാഗവും കോവിഡ് ഹോസ്പിറ്റലായി മാറിയപ്പോൾ സാധാരണക്കാർക്ക് വേണ്ട ചികിത്സ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ സംസ്ഥാനത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA ഫണ്ടും കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ഒരേപോലെ തന്നെ KMCL നേതൃത്വത്തിൽ പണിയെടുപ്പിച്ചിരിക്കുക. എല്ലാ ഐസൊലേഷനും ഒരേ മാതൃകയാണ്. 10 ബെഡുള്ള ഐസൊലേഷൻ വാർഡ്, ബെഡ് സെൻട്രലൈസ്ഡ് ഓക്സിജൻ സപ്ലൈ, ഓക്സിജന് വളരെയധികം ഇമ്പോർട്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. രോഗിക്ക് അതുപോലെ വരുമ്പോൾ തന്നെ സ്വീകരിക്കാനും ഡോക്ടറുടെ റൂമും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഇത് ക്രമീകരിച്ചിട്ടാണ് ഐസൊലേഷൻ വാർഡിന്റെ പണി കഴിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊരു ചെറിയ ഗ്യാപ്പ് ഇപ്പോഴും നിൽക്കുന്നു. അതായത് ഐസൊലേഷൻ വാർഡ് നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പിനോട് കുറച്ചും കൂടി നീങ്ങി പണിതേക്കണ കാരണം അവിടെയുള്ള സ്റ്റാഫിനെ നമുക്ക് ആ സമയത്ത് ഇടേണ്ട വരും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്റ്റാഫ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. പക്ഷെ എങ്കിലും ആ സമയത്ത് കോവിഡ് ബ്രിഗേഡിയറിലെ ആളുകളെടുത്ത് ആ ഒരു സ്റ്റാഫിന്റെ ഷോർട്ടേജ് പരിഹരിച്ച പോലെ ഇനിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഗവൺമെന്റ് അതിനും പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇത് നല്ലൊരു സംരംഭമാണ്. ഈ സംരംഭത്തിന് ഞാൻ പ്രത്യേകിച്ച് ഈ നാട്ടുകാരി ആയതുകൊണ്ട് പുത്തഞ്ചിറ ഒരു ഐസൊലേഷൻ വാർഡ് വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ DMOനോട് ടീച്ചറുടെ സ്വന്തം നാടല്ലേ പുത്തഞ്ചിറ, അവിടുത്തെ ഇനോഗ്രൽ ഫംഗ്ഷനിൽ DMOനെ റെപ്രസെന്റ് ചെയ്ത് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് DMOക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലുള്ള ഈ ഐസൊലേഷൻ വാർഡ്, അതായത് കിഫ്ബി ഫണ്ടും നമ്മുടെ MLA ഫണ്ടും കൂടി യോജിച്ച് നടത്തിയ ഈ ഐസൊലേഷൻ വാർഡിന്റെ ഇനോഗ്രേഷൻ ഇത്രയും ഭംഗിയായി നടത്താൻ നമുക്കെല്ലാവരും ഇവിടെ യോജിച്ച് ചേർന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ വൈകിയ വേളയിൽ ഒരു വലിയ നന്ദി പ്രസംഗത്തിനൊന്നും നമുക്ക് സാധ്യതയില്ല. എന്നിരുന്നാലും ഈ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ ഫണ്ട് നമുക്കായി വിനിയോഗിച്ച ബഹുമാനപ്പെട്ട MLA, നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി വിജയലക്ഷ്മി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോമി ബേബി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബാക്കി വിശിഷ്ട വ്യക്തികളെല്ലാവർക്കും നന്ദി പറയുന്നു. അതിലുപരി ഈ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ആശമാര്, നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മുടെ ഡെപ്യൂട്ടി DMO ഷീജ മാഡം നമ്മുടെ സ്വന്തം നാട്ടുകാരിയാണ്. മാഡം ഓരോരോ സ്റ്റെപ്പും ഓരോ ദിവസവും മാഡം എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു, അത് ശരിയല്ലേ, ഇത് ശരിയല്ലേ, നെറ്റ്വർക്ക് ശരിയല്ലേ, കമ്പ്യൂട്ടർ ശരിയല്ലേ. മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിട്ടത് മാഡം ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു ഏരിയയിലായിരുന്നുള്ളതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യവശാൽ ഉദ്ഘാടന സമയത്ത് എല്ലാ പ്രോബ്ലംസും കറക്റ്റ് ചെയ്ത് ഭംഗിയായി നടത്താൻ സാധിച്ചു എന്നതും ആശാമാരെയൊക്കെ നമുക്കിതിന് പങ്കെടുക്കാൻ പറ്റിയെന്ന് പറയുന്നതും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയും നമ്മുടെ ഐക്യം, നമ്മുടെ ഒത്തൊരുമ ഓരോ വരുന്ന ചടങ്ങുകളിലും നമ്മൾ കാണിക്കണമെന്നും ഈ ഐസൊലേഷൻ വാർഡ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരരുതേ എന്നുകൂടി ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും